അഴകെന്നെ വിളിക്കുന്നു, നിറമേഴും പൊലിക്കുന്നു, കണ്ണിലെ കലവറ. അയ്യോ എന്റെ അമ്മച്ചിയെ, അയ്യോ എന്റെ അമ്മച്ചി ഇപ്പൊ മൂക്കും കുത്തി അടിച്ച് ഫ്രണ്ടി വീണാന്. ഈശ്വര, രാവിലെ തന്നെ അങ്ങ് വീഴ്ചയാണല്ലോ, എന്തോ ചെയ്യാനാന്ന് പറ. ഹലോ ഹലോ ചേട്ടാ, ഞാനാ ബിന്ദു. പല ബന്ധവും കേട്ടിട്ടുണ്ട്, ഫോണിൽ കൂടെ വിളിച്ച് ബന്ധുവാന്ന് പറയുന്ന ആദ്യമായിട്ട് കേൾക്കുക. ബന്ധു നല്ല മനുഷ്യ, ഞാൻ നിങ്ങളുടെ ഭാര്യ ബിന്ദു. എടി ഇതാറ് നമ്പരാ? ഈ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ സുഭാഷിന്റെ നമ്പരാ. എടി നീ എന്താ നിന്റെ നമ്പറിൽ നിന്ന് വിളിക്കാനത്? അത് ഫോൺ കട്ടായി പോയി. അതെങ്ങനെ കട്ടാവും? ഇന്നലെ അല്ലേ നിനക്ക് റീചാർജ് ചെയ്ത് തന്നത്. സംഭവം എന്ന് വെച്ചാ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ ഫോൺ വന്നായിരുന്നേ. എന്നാലും അങ്ങനെ അടി ഫോൺ കട്ടായി പോന്നേ. മീനിന്റെ അടുത്ത് ചെവിയിലും വെച്ച് ഫോണെടുത്ത് കട്ടും ചെയ്ത് അങ്ങനെ 2 കഷ്ണമായി. അല്ല, നീ വിളിച്ച കാര്യം എന്തിനെന്ന് പറ. ആ പലിശക്കാരൻ രഘു വന്നായിരുന്നു. എന്നിട്ട് എന്തിനു പറഞ്ഞു? ഇന്നും കൂടി പൈസ കൊടുത്തില്ലെങ്കിൽ അമ്മയെ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കണം. എടി, ഞാൻ കടം മേടിച്ചാൽ അവനെന്നാത്തിനാണ് അവന്റെ അമ്മയെ നമ്മളെ വീട്ടിൽ കൊണ്ടുവിടുന്നേ? അയ്യോ, അവന്റെ അമ്മയല്ല, എന്റെ അമ്മയെ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അവനറിയാം എവിടെ തൊട്ടാ ഞാൻ പൊളിയുവെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്, നിങ്ങളെ മുതലാളിയെടുത്തേ ഭാര്യക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണമെന്നും പറഞ്ഞ് കുറച്ച് ചോദിച്ചു നോക്ക്. എടി, വിവരക്കേട് വിളിച്ചു പറയാതെ. നിനക്കറിയാലോ മുതലാളി സ്വഭാവം. മുതലാളി ഒന്നാമതെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് പുള്ളിക്കാരന്റെ ജോലിക്കാർ ആരും കല്യാണം കഴിച്ചു പോലെന്നാ ഞങ്ങളോട് പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞാ എന്നെ അപ്പ ഇവിടുന്ന് പറഞ്ഞു വിടും. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു മേടിക്കും? എന്തായാലും എത്ര രൂപയാ? 25,000 രൂപ. 25,000 രൂപയെ എവിടെ ഒപ്പിക്കാനാടി? കുഴപ്പമില്ല, മുതലാളിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം. വെക്ക് മുതലാളി വരുന്നേ. ആ ശരി ശരി. നഷ്ടസ്വർഗങ്ങളെ ദുഃഖ സിംഹാസനം നൽകി തപ്ത നിശ്വാസങ്ങൾ. മുതലാളി എന്തായി? മുതലാളി, പെണ്ണ് കാണാൻ പോയിട്ട് എന്തിനായെന്ന്? That attempts collapse and get into the basket. എന്ന് വെച്ചാ അതും പൊളിഞ്ഞു കൊട്ടേ കയറിയത്. എന്റെ മുതലാളി, മുതലാളിയുടെ കല്യാണം മാത്രം എന്ത് നടക്കാത്തത്? ചൊവ്വാദോഷം ഒന്നടേ എല്ലാരും പറയണത്. സഹദേവൻ ജോത്സനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ജോത്സനെ. വിശ്വംഭര, പറയൂ ജോത്സനെ. എന്തരായി? കിഴങ്ങായി. അത് നേരത്തെ ആണല്ല. എന്റെ വാക്കാത്തിരിക്കണൊന്നും കേക്കല്ലേ ഏട്ടല്ലേ. ഈ പെണ്ണാണല്ലോ മുടങ്ങിയെന്ന്. വിശ്വംഭര, നിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത് മാർഗം? അവിട്ടം നക്ഷത്ര ജാത്യേ ദർശനം ശുഭശീഘ്രം മംഗല്യം. എന്ത് മനസ്സിലായി? നുണയാണെന്ന് മനസ്സിലായി. താങ്ക് യു. കണ്ട കുളുവൊക്കെ അടിച്ചു വിടാതെ കാര്യം ഒന്ന് പറ. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ഒരു കന്യകയെ കണി കണ്ടുകൊണ്ട് പെണ്ണ് കാണാൻ പോയാൽ നീ വിചാരിക്കുന്ന കാര്യം നടക്കും. അത് സ്വിച്ചിട്ട അല്ല, വെച്ചട്ട. ഞാൻ വെക്കട്ടാ എന്തോടെ പൊക്കോട്ടാ. ശരി ജോത്സനെ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളാം. ഇല്ല, മലയാളികൾ ജോത്സ്യൻ എന്തിനു പറഞ്ഞു? അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചൊരു കന്യകയെ കണി കണ്ടോണ്ട് പോയാ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ജോത്സ്യം പറഞ്ഞത്. അവിട്ട നക്ഷത്രമല്ലേ അത്? പറഞ്ഞ ആരെങ്കിലും വരുവോ? വെറുതെ വെറുതെ പൈസയൊക്കെ കൊടുക്കാം. എത്ര പൈസ എന്ന് പറയുമ്പോ എത്ര? ഒരു 25,000. എത്ര? 25,000. എത്ര വിട്ടം വേണം? ഒരവിട്ടം. മുതലാളി 25,000 രൂപ കൊടുക്കുമല്ലോ? കൊടുക്കും. അവിട്ട നക്ഷത്രത്തിൽ പറഞ്ഞ ഒരു കന്യക കിട്ടിയാ പോരെ? മതി. എന്റെ കയ്യിൽ ആളുണ്ട്. ആളുണ്ടാ? ഉണ്ട്. മുതലാളി അതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. മുതലാളി റെസ്റ്റ് എടുത്തു. ശരിയടാ. അപ്പൊ ഇനി എന്റെ ജോലി അവിട്ട നക്ഷത്രക്കാരിയെ കണ്ടുപിടിക്കണം. समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामि निश्रित जनप्रियदान. നിങ്ങൾ എന്തിനാണ് എന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ചേട്ടാ, എന്നെ ചേട്ടാ കൂട്ടാന്നൊന്നും വിളിക്കരുത്. പിന്നെ നിങ്ങൾ എന്റെ ഭർത്താവല്ലേ? നിനക്കറിയാം ഇവിടുത്തെ മുതലാളി സ്വഭാവം. ഞാൻ പറഞ്ഞാണ്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഞാൻ നിങ്ങളടുത്ത് അന്നേ പറഞ്ഞാണ് നിങ്ങളെ മുതലാളിയുടെ കയ്യിൽ 50,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചു വെക്കണോ. 50,000 രൂപ കഴിഞ്ഞ മാസം 50,000 രൂപ മേടിച്ചിട്ടല്ലോ നിന്റെ അനിയത്തിയുടെ കല്യാണം നടത്തിയത്. അച്ഛനോട് പോയി ചോദിച്ചു. അയ്യോ, അപ്പൊ അതൊന്നും അറിഞ്ഞില്ലേ? അച്ഛൻ തീറ്റ എടുത്ത് ആശുപത്രി കിടക്കുവാ. അച്ഛനെ പട്ടി അടിച്ചു. പിന്നെ പട്ടിയുടെ തീറ്റ എടുത്താ പട്ടി കടിക്കൂലേ? പട്ടിയുടെ തീറ്റ എടുത്തെന്നല്ല ഞാൻ പറഞ്ഞ. അച്ഛനെ പട്ടി കടിച്ചോണ്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ആശുപത്രി കിടക്കണമെന്ന്. നിന്റെ അച്ഛനാണെങ്കിൽ പട്ടി കടിച്ചായിരിക്കൂല, ഉറയും കിടന്ന പട്ടിയുടെ വാവലിച്ച് കീറി കാലുകൊണ്ട് വെച്ചു കൊടുത്തായിരിക്കും. അല്ല, നിങ്ങൾ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിന്? നിന്റെ നാളേതാ? അവിട്ടം.
അവിട്ടം തവിട്ടിലും തീടുമെന്നല്ലേ? അതപ്പം ഇപ്പം നീ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ ഒന്നും ചെയ്യണ്ട. നീ കണ്ട മുതലാളി ഇങ്ങനെ കണ്ണ് തുറക്കാൻ കണി കാണാൻ നീ ഇങ്ങോട്ട് വരുമ്പോൾ നീ ഇങ്ങനെ നിന്നാ മതി. നിന്നെ മുതലാളിക്ക് കണി കാണണം. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഞാൻ പറയാതെ ഇടത്തോട്ടോ വലത്തോട്ടോ നീ അനക്കരുത്. എന്തോ മനസ്സിലായോ? ഞാൻ പോയി മുതലാളിയെ വിളിച്ചിട്ട് വാ. മുതലാളി അവിട്ട നക്ഷത്രത്തിൽ പറഞ്ഞ കന്യക റെഡി. പോട്ടെ പോട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, നേരെ പോട്ടെ. വാ. വീഴല്ലേ? അല്ല വീഴ. വാ റെഡി അല്ലേ? കണ്ണൂറക്കട്ടാ? കണ്ണൂർന്നോ? ഓക്കേ. ഞാൻ തേടിയ ചന്ദ്രോദയമീ മുഖം. അല്ല മുതലാളി ഇന്ന് പെണ്ണ് കാണാൻ പോകുന്നില്ലേ? ഇന്നത്തെ പെണ്ണ് കാണല് ക്യാൻസൽ. അത് മുതലാളി വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനെ നാട്ടിൽ തെണ്ടി നടപ്പോ. എന്നെ അങ്ങനെ സ്വർണ്ണൊന്നും വിളിക്കണ്ട. നിന്നാരാ സ്വർണം വിളിച്ച? ഞാൻ അന്വേഷിച്ചു നടന്നാൽ എന്റെ സങ്കല്പത്തിനൊത്തൊരു പെണ്ണിനെ എനിക്ക് കിട്ടി. കല്യാണം ഞാൻ എന്ത് വില കൊടുത്താലും നടത്തി തരും. മുതലാളി നടത്തി തന്നിരിക്കും. പെണ്ണെവിടെ? തോന്നിക്കും. എവിടെ? ജയ മാധവ വിഷ്ണു. മുതലാളി ഈ പെണ്ണിനെ കുറിച്ചാണോ പറഞ്ഞത്? ഇങ്ങോടാ. എടാ എനിക്ക് ആ പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയടാ. ഈ പെണ്ണാണോ? മുതലാളി ഊരും പേരും അറിയാത്ത പെണ്ണിനെ വേണോ മുതലാളിക്ക് കെട്ടാൻ? ഇതൊക്കെ മാത്രമല്ലേ, ഇതിനെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവോ? നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവെന്ന് അറിഞ്ഞിട്ടാണ് നിന്നെ ഇത്ര കാലം ഞാൻ കൂടെ കൂട്ടിയത്. അപ്പം ഈ പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റും. ഈ പെണ്ണിന് മാരകമായ ഒരു അസുഖമുണ്ട്. എന്തോന്ന്? ചുമ. പോടാ പോടാ. എന്തൊക്കെയായാലും ശരി, ഞാൻ ഈ പെങ്കൊച്ചിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ. അല്ല വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാൻ ചോദിച്ചോളാം. ആറങ്ങോട്ടെ. കുട്ടിയുടെ പേരെങ്ങനെയായിരുന്നു? ബിന്ദു. എടാ ജന്തു, ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ല, ഞാൻ ഈ ബിന്ദുവിന്റെ അടുത്താണ് ചോദിച്ചത്. ബിന്ദുവിന്റെ സ്ഥലം എവിടെയായിരുന്നു? ആറ്റിങ്ങൽ. മോനെ ഇങ്ങ് വാ. എന്റെ മല്ലി ഇങ്ങോട്ടാ. എടാ നിനക്ക് മാസത്തിനാണോ ദിവസത്തിനാണോ ശമ്പളം? എന്ത് ഇവക്ക് ഇങ്ങനെ സ്പോട്ട് അപ്പ് ചെയ്യാൻ? മിണ്ടാണ്ടിരിക്കണം കേട്ടോ. എനിക്കറിയാൻ ചോദിക്കാൻ. കുട്ടിയിരിക്കൂ. അയ്യോ സാരി എടുത്തോണ്ട് കുത്തിയൊന്നും ഇരിക്കാൻ പറ്റൂല. കുത്തിയിരിക്കാനല്ല, കുട്ടിയിരിക്കാൻ. അങ്ങനെ ആട്ടെ, കുട്ടിക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ചിലര് പഴയ കഞ്ഞിവെള്ളം കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ വളർത്തിയപ്പോ കാടിയും പഴത്തൊടിയാണ് കൊടുത്തോണ്ടിരുന്നത്. എന്തോന്ന്? ആട്ടുകുട്ടിക്ക് എന്താ കുടിക്കാൻ കൊടുക്കുന്നേന്ന് ചോദിച്ചു. എന്റെ ബന്ധുവാടാ ഇത്. അങ്ങനെ ചോദിച്ചേ? അതേ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വരണം. എന്റെ പൊന്നുകുട്ടി, ഞാൻ അതല്ല പറഞ്ഞത്. ആട്ടെ, കുട്ടിക്ക് എന്താ കുടിക്കാൻ വേണ്ടേന്ന്? ചായയോ കാപ്പിയോ? എനിക്ക് ചാപ്പി മതി. എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ട് ഞാനിത് ഫിക്സ് ചെയ്ത്. വായം പറഞ്ഞോണ്ടിരിക്കാ, പോയി 2 ഗ്ലാസ് ചായ എടുത്തോണ്ടോടാ. ഞാൻ എടുത്തോണ്ട് വരാം. അയ്യോ ഒറ്റ സെക്കൻഡ് കേട്ടോ, ഒരു കോൾ വരുന്നു. ഓ ഹലോ, പറഞ്ഞോ. കേക്കുന്നുണ്ട്. ചേട്ടാ എന്താടി? ചായയിൽ കുറച്ച് മധുരം മതിയേ. വേണമെങ്കിൽ നൂഡിൽസും കൂടി എടുത്തോ. അല്ലെങ്കിൽ ചായ വേണ്ട, ബൂസ്റ്റ് മതി. അല്ല കട്ടിക്ക് കൊണ്ടാക്കണേ. അവസരം മുതലാക്കുവാണല്ലേ അവസരവാദി. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടും, പിന്നെ നമ്മൾ പട്ടിണിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന് പുറപ്പെട്ടത്. എനിക്ക് പറ്റൂല അങ്ങനെ ഒരു ഒലിപ്പീര്. ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. നീ പോലെ കുറച്ചെടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട പൊന്നല്ലേ. തൊണ്ട വരുന്നു. ഓക്കെ ഞാൻ പറഞ്ഞോളാം. മരയൊക്കെ കൊണ്ട് അപ്പഴായിട്ട് വിളിച്ച് ശല്യം ചെയ്യും. കുട്ടി ഇതാ. എന്താ ഇത്? പൂവട. അല്ല, ഈ കല്യാണ പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കണ ഒരു സാധനം ഉണ്ടല്ലോ. എന്റെ അമ്മ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകൊച്ചിന് കൊടുക്കണോന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാ. എടുത്തോ. ഇതിപ്പം വേണോ? വേണം കുട്ടി, ഇപ്പൊ തന്നെ ഇത് വെക്കണം. കുട്ടി കയ്യിൽ ഈ മോതിരൊന്നും ഇടത്തില്ല? അതിനെന്തെങ്കിലും വേണ്ടേ? കുട്ടിയുടെ കൈ ഇങ്ങോട്ട് എടുക്കും, ഞാൻ വെച്ചേരാം. അതിപ്പം തന്നെ വേണോ? ഇപ്പം തന്നെ വേണോന്ന്? ഇഷ്ടത്തിന് ഇപ്പം വേണ്ട. വേണോന്ന് പറഞ്ഞില്ലേ? എന്താടാ പിന്നെ നിങ്ങൾക്ക് ചായ കൂട്ടണ്ടേ? മിനിറ്റിന് അമ്മാറങ്ങോട്ട്. ഇന്ന് മുതൽ ഇവളെ എന്റെ ജീവിത പങ്കാളിയായിട്ടും ചെലവിന് ഞാൻ തന്നെ കൊടുക്കും. ചെലവിന് കൊടുക്കുവാണോ അവക്ക് ഇനി മുതല്?
എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്തോ? എവക്ക് മാത്രമല്ല 3 പേർക്കൂടെ ചെലവിന് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇല്ല. എവളുടെ ഭർത്താവിനും 2 മക്കൾക്കും, അതായത് ഞാനും എന്റെ 2 പിള്ളേരും. മുതലാളി, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ കെട്ടിയ എന്റെ പെണ്ണുപിള്ളയാ. ഞാൻ ഇവിടെ കൊണ്ടുവന്നേ. ആണോ? ആണ് മുതലാളി, എനിക്ക് പിടിച്ചിരുത്താൻ പറ്റത്തില്ല. ഇതെന്റെ ഭർത്താവാ. പിന്നെ 25,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇവിടെ വന്ന് ഇത്ര നാടകം കളിച്ചത്. അല്ല മുതലാളി എന്താ നെട്ടാത്തെ? എടാ, കല്യാണം കഴിച്ച പെണ്ണുങ്ങളെയും കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. എടാ ബെൻസേ, 36 കൊല്ലമായടാ ഞാൻ ഈ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. ഇതിനിടെ പലരും എന്റെ ഓച്ചറ കാളേന്ന് വിളിച്ചിട്ടുണ്ട്, മുതുക്ക് മുറ്റടിച്ചവനേന്ന് വിളിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. നീ ആരെയാടാ ഈ പറ്റിക്കുന്നേ? ഞാനിവിടെ വന്നിട്ടുണ്ട്, ഞാനിവിടെ പെണ്ണ് കണ്ടിട്ടുണ്ട്. എനിക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണ് സെറ്റാവും. കാരണം ഇത് എന്റെ കഥയാണ്. അതിനിടയ്ക്ക് ഇമ്മാരി ഊള പരിപാടിയായിട്ട് വന്നാണ്ടല്ലേ. അപ്പൊ മുതലാളി പെണ്ണ് കാണലു തൂട്ടാരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.